നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പഠിക്കുക, ആ സന്ദേശം ലോകം മുഴുവൻ എത്തിക്കുക എന്ന് പറഞ്ഞാൽ പ്രവാചക പരമ്പരകളെ മുഴുവൻ ആദരിക്കുന്നതിന് തുല്യമാണ്. ഒരു ഹിന്ദുവായ എനിക്കും ഇതിനോട് വലിയ കടപ്പാടുണ്ട്. കാരണം ഹൈന്ദവമായ ശാസ്ത്രപ്രകാരം മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ വരും എന്ന് ഞങ്ങളുടെ പുരാണങ്ങളിലുണ്ട്. ഇതുപോലെ 1,00,000 ചില്ലാനം പ്രവാചകർ ഭൂലോകത്തെ ജനങ്ങളെ സന്മാർഗം കാണിക്കാൻ ദൈവേച്ഛയാൽ അവതരിച്ചു. അവസാനത്തെ മഹാനായ പ്രവാചകനായിരുന്നു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തെ പറ്റി പഠിക്കാൻ വേണ്ടി, അദ്ദേഹത്തിന്റെ സന്ദേശങ്ങൾ പ്രസരിപ്പിക്കാൻ വേണ്ടി ഒരു സ്ഥാപനം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ മതത്തിലുള്ളവർക്കും ഏറ്റവും മഹനീയമായി അവരും ആദരിക്കേണ്ട ഒരു കർമ്മമാണ്. കാരണം ദൈവനിശ്ചയപ്രകാരം ഈ പ്രവാചക പരമ്പരകളെല്ലാം തന്നെ സഹോദര തുല്യരാണ്, ദൈവമയച്ച ദൈവദൂതരാണ്. അതുകൊണ്ട് തന്നെ അവസാന ദൈവദൂതനെ പഠിക്കാനും പ്രസരിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള സ്ഥാപനം എല്ലാ മതങ്ങളിലെ വിശ്വാസികൾക്കും അത്യന്തം ആദരണീയമായ ഒരു കാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിക്കുകയുണ്ടായി. ഇന്നത്തെ നമ്മുടെ കെട്ടകാലത്തെ പല പ്രവണതകളുമായിരുന്നു അത്. ഒരു വശത്ത് നബിയെ പോലെയുള്ള മഹത് വ്യക്തികളെ ചടിവാരിത്തേക്കാൻ വേണ്ടി ചില നികൃഷ്ടരായ മനുഷ്യർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, പക്ഷെ അതിലേക്കൊന്നും കടന്നു നോക്കരുത് സഹോദരരെ. നമ്മുടെ മനസ്സും മലീമസമായി പോകും. യൂട്യൂബ് ചാനലുകളും എല്ലാം ഉപയോഗിച്ച് മഹത് വ്യക്തിത്വങ്ങളുടെ മുകളിൽ ചളിവാരിത്തേക്കാൻ വേണ്ടി കരാറെടുത്ത പോലെ ചെകുത്താന്റെ ഏജന്റുമാരായി പ്രവർത്തിക്കുന്ന ഒരു വശത്തുണ്ട്. മറുവശത്ത് യാന്ത്രികമായ വാദം കൊണ്ട് നബിയെ സ്നേഹിക്കുന്നത് ആരാധനയാകുമോ എന്ന് പേടിച്ച് നബിയെ സ്മരിക്കാൻ പാടില്ല, സ്നേഹിക്കാൻ പാടില്ല, ആദരിക്കാൻ പാടില്ല എന്ന വിദണ്ഡവാദങ്ങൾ ഉയർത്തുന്ന ഒരു ഭാഗത്ത്. മറുവശത്ത് നബി പറഞ്ഞിട്ടുണ്ട്, ഞാൻ മനുഷ്യനാണ്, അതുകൊണ്ട് നബി മനുഷ്യനാണ്, സാധാരണക്കാരനാണ്, ഞാനും നബിയും തമ്മിൽ ഒരു വ്യത്യാസമില്ല, നബി വന്നാൽ എനിക്ക് ആദരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുന്ന തോന്നിവാസത്തിന്റെ ഒരു മാർഗം. ഇങ്ങനെ പല തരത്തിലാണ് തിന്മ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നബി മനുഷ്യനാണ്, സത്യമാണ്. പക്ഷേ ദൈവദൂതരെല്ലാം മനുഷ്യരാണെങ്കിലും അവർ തെരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. പ്രപഞ്ചശക്തിയാൽ ഈ ലോകത്തെ മനുഷ്യകുലത്തെ സന്മാർഗത്തിൽ നയിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു. അതുകൊണ്ട് ദൈവദൂതനും സാധാരണ മനുഷ്യനും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മളെല്ലാം നമ്മുടെ ജീവിതം ഒന്നുകൂടി നമ്മളെ ജീവിക്കാൻ വേണ്ടി പ്രപഞ്ചേശ്വരൻ നമ്മളെ നിയോഗിക്കുക വിചാരിക്കുക. ഓരോ നിമിഷവും നമ്മൾ തിരുത്തിക്കൊണ്ടിരിക്കും. കാരണം നമ്മൾ ചെയ്യുന്ന പലപ്പോഴും പിഴവുകളായിരിക്കും. വന്നിട്ടുള്ള പ്രവാചകരും ഹൈന്ദവ സ്വഭാവത്തിലാണെങ്കിൽ അവതാരങ്ങൾ എന്ന് പറയും. ഇവരെല്ലാം ഒരേ മാർഗത്തിലാണ് വന്നിട്ടുള്ളത്. നബി തിരുമേനി പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ മുമ്പ് വന്നിട്ടുള്ള പ്രവാചകരെയും എന്നെ പോലെ ആദരിക്കണമെന്ന ദൈവദൂൽപുകമായിട്ടുള്ള ഒരു വെളിപാട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ വളരെ ആലോചിക്കേണ്ട കാര്യമാണ്. ഇന്ന് കാലം വളരെ മോശമായിക്കൊണ്ടിരിക്കുകയും നബിയെ വില കൊടുക്കാതിരിക്കാനുള്ള ന്യായീകരണങ്ങൾ കണ്ടെത്തുകയും നബിയെ നികൃഷ്ടമായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ശക്തികൾ പ്രവർത്തിക്കുന്ന സമയത്ത് പുതിയ തലമുറയെ നല്ല വഴിക്ക് നയിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുക തന്നെ വേണം. നിങ്ങളെല്ലാം ദൈവാനുഗ്രഹമുള്ള വിദ്യാർത്ഥികളാണ് കുട്ടികളെ. ഇങ്ങനൊരു സ്ഥലത്ത് നിങ്ങൾക്ക് പഠിക്കാൻ കഴിഞ്ഞല്ലോ. ഈ ലോകത്തെ സംരക്ഷിക്കാൻ, മനുഷ്യകുലത്തെ സംരക്ഷിക്കാൻ തന്നെ പ്രപഞ്ചേശ്വരനുള്ള വിശ്വാസം, നബി തിരുമേനിയോടുള്ള ആദരവ് നമുക്ക് അനിവാര്യമാണ്. ഞാനൊരു എഴുത്തുകാരനാണ്. എൻ്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയൊരു സൗഭാഗ്യം നബിയുടെ ജീവിതത്തെ, ശ്രീകൃഷ്ണന്റെ ജീവിതത്തെയും ആധാരമാക്കി ഞാൻ ദൈവത്തിന്റെ പുസ്തകം എന്നൊരു നോവൽ എഴുതിയിട്ടുണ്ട്. ഈ നോവൽ എഴുതാൻ എനിക്ക് ദൈവാനുഗ്രഹം ഉണ്ടാവാൻ കാരണം
എൻ്റെ അമ്മ ചെറുപ്പത്തിൽ തന്നിട്ടുള്ള ഒരു മാതൃകയായിരുന്നു എന്നതാണ്. ഞാൻ പൊന്നാനിക്കാരനാണ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും, പൊന്നാനി എന്ന് പറഞ്ഞാൽ സൈനുദ്ദീൻ മക്തൂമുമാരൊക്കെ നാടാണ്. ഏറ്റവും വലിയ മതസൗഹാർദ്ദത്തിന്റെ കേന്ദ്രമാണ്. ഹിന്ദു മുസ്ലിം സഹോദരര് ഒന്നിച്ച് സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ പോരാട്ടം തുടങ്ങിയത് പൊന്നാനിയിൽ നിന്ന് ഉദിച്ച ആശയത്തിന്റെ പേരിലായിരുന്നു. സൈനുദ്ദീൻ മക്തൂമിന്റെ ആശയമായിരുന്നു സാമ്രാജ്യത്വത്തിനെതിരായി പോരാടുക. അദ്ദേഹം സാമൂതിര രാജാവിന്റെ പടനായകനായിട്ട് കുഞ്ഞാലിമരക്കാരെ കൊച്ചിയിൽ നിന്ന് കൊണ്ടുവന്നു. ഇങ്ങനെയുള്ള വലിയ സൗഹാർദ്ദത്തിന്റെ ഒരു ചരിത്രമുള്ള പൊന്നാനിയിൽ എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞു. അന്ന് ഞാൻ കുട്ടിയാവുന്ന സമയത്ത് 4ാം ക്ലാസ്സിൽ 5ാം ക്ലാസ് പഠിക്കുമ്പോൾ നബിദിനത്തിന്റെ അന്ന് പൊന്നാനി മുഴുവൻ സുഗന്ധപൂരിതമാകും. അത്തറിന്റെ മണവും ശുഭ്രവസ്ത്രധാരികളായിട്ടുള്ള ആൾക്കാരൊക്കെ പോകുമ്പോൾ ഞാൻ എൻ്റെ അടുത്ത സുഹൃത്തായിട്ടുള്ള അബ്ദുൽ കയ്യൂമിന്റെ കൂടെ ഞാൻ പൊന്നാനി അങ്ങാടിക്ക് ഇങ്ങനെ ചുറ്റി നടപ്പോടെ സൗജന്യമായിട്ട് ഇറച്ചി വിതരണമൊക്കെ നടക്കുന്നുണ്ടോ പള്ളിയിൽ നിന്നും. അപ്പൊ ഞാൻ കുട്ടിയാണ്, എനിക്ക് അറിയില്ല നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. വീട്ടിൽ തിരിച്ചെത്തിയിട്ട് ഞാൻ അമ്മോട് ചോദിക്കും, ആരാണ് ഈ നബി ചോദി. അപ്പൊ അമ്മ പറയാറുള്ളത്, നമ്മുടെ കൃഷ്ണനില്ലേ അതേപോലെ തന്നെയാണ് കയ്യൂമിന്റെ നബിയും. നോക്കൂ, ഹൈന്ദവ തത്വപ്രകാരവും ഇസ്ലാമിക തത്വപ്രകാരവും ഏറ്റവും വലിയൊരു സത്യമാണ് എൻ്റെ അമ്മ പറഞ്ഞത്. എൻ്റെ അമ്മ 8ാം ക്ലാസ് വരെയായിട്ടേ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ പഠിക്കൊന്നും വേണ്ട, നമ്മൾ ഉമ്മമാർക്കും ഒക്കെ പഠിക്കാതെ തന്നെ ജ്ഞാനമുണ്ട്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ ജ്ഞാനം ഉണ്ടായി സ്കൂളിൽ പോയിട്ടൊന്നുമല്ല എന്ന് നമുക്കറിയാം. എൻ്റെ അമ്മ പറഞ്ഞത് ശരിയാണ്. കാരണം ശ്രീകൃഷ്ണന്റെ പോലെ തന്നെയാണ് നബി എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ ഇന്ത്യയിലത്തെ ഓരോ നാടുകൾക്കും പ്രവാചകരെ പ്രദാനം ചെയ്തിട്ടുണ്ട്. പ്രപഞ്ച ഇന്ത്യയിലെ പ്രധാന പ്രവാചകനായിട്ട് ശ്രീകൃഷ്ണനെ പലരും അംഗീകരിക്കുന്നു. അപ്പൊ ശ്രീകൃഷ്ണന്റെ പോലെ തന്നെയാന്ന് പറഞ്ഞ വളരെ ശരിയായിരുന്നു. പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ടാണ് ഓഷോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ ബുദ്ധിജീവിയെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓഷോ അമേരിക്കയിൽ പോയി കുറച്ച് കുഴപ്പമൊക്കെ ഉണ്ടായിരുന്നു, ആത്മീയതയൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം ശ്രീകൃഷ്ണന്റെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും വ്യക്തിത്വത്തിന്റെയും ജീവിതത്തിന്റെയും സാമ്യങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതെല്ലാം അറിഞ്ഞോടുകൂടി ചെറുപ്പം മുതൽ തന്നെ ശ്രീകൃഷ്ണനോടുള്ള അതേ സ്നേഹം എനിക്ക് നബിയോടും അമ്മ എന്നിൽ ഉൽപ്പാദിപ്പിച്ചു എന്നതാണ്. കാരണം ശ്രീകൃഷ്ണ വലിയ സ്നേഹ. കാരണം ശ്രീകൃഷ്ണനെ സ്മരിക്കാൻ ഞങ്ങളൊക്കെ ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലാണ്. ഇപ്പൊ കുട്ടിക്കാലത്തൊക്കെ അവിടെ പോകുമ്പോൾ അവിടുന്നാണ് നല്ല മസാല ദോശയൊക്കെ കഴിക്കാൻ കിട്ടുക. അപ്പൊ കുട്ടികളാവുമ്പോൾ തിന്നുന്ന കാര്യങ്ങളോട് കുറച്ച് പ്രതിപത്തി കൂടുമല്ലോ. അപ്പോൾ മസാല ദോശ തിന്നാൻ കിട്ടുന്ന സ്ഥലം എന്നുള്ളതുകൊണ്ട് ഗുരുവായൂരിനോടും ശ്രീകൃഷ്ണനോടും പ്രത്യേക സ്നേഹമാണ്. ഇതേപോലെ ശ്രീകൃഷ്ണന്റെ പോലെ തന്നെയാണ് നബി എന്ന് പറഞ്ഞപ്പോൾ കുട്ടിക്കാലം മുതൽക്ക് നബിയോടുള്ളൊരു സ്നേഹം എന്നിൽ വളരാൻ തുടങ്ങിയാണ്. അങ്ങനെ ഞാൻ എഴുത്തുകാരനായ സമയത്ത് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു നബിയുടെ ജീവിതം വെച്ചുകൊണ്ടൊരു നോവൽ എഴുതുക എന്നത്. അതിൽ ശ്രീകൃഷ്ണനുണ്ട്. അതൊരു ഭാവനയുടെ ലോകത്താണ്. അതിൻ്റെ അകത്ത് നബിയും ശ്രീകൃഷ്ണനും യേശുദേവനും എല്ലാം ഭാവനയുടെ ലോകത്ത് വരുന്ന ഒരു നോവലാണ്. ഇത് എഴുതാൻ കഴിഞ്ഞു എന്നത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു സൗഭാഗ്യമായി കരുതുന്നു. ഈ നോവൽ എഴുതാൻ വേറൊരു നിമിത്തമുണ്ട്. ഈ നോവൽ എഴുതാൻ തീരുമാനിച്ചോട് കൂടിയിട്ട് ശ്രീകൃഷ്ണനെ പറ്റി നമുക്ക് ധാരാളം അറിയാം, ധാരാളം വായിച്ചിട്ട് നബിയെ പറ്റി വായിച്ചറിയാച്ചാലും ആ നാടിനെ പറ്റി അറിയില്ല, ആ ജീവിതത്തെ പറ്റി അറിയില്ല. എഴുതാനുള്ള ഒരു ക്ലച്ച് പിടിക്കാൻ ബദ്ധിച്ചിരിക്കുമ്പോഴാണ് ഖലീൽ ബുഹാരി തങ്ങളുടെ കൂടെ നമ്മളെ സഖാവി ഒക്കെ കൂടി ഒരു യാത്ര പോകുന്ന ഒരു പ്രാർത്ഥനാ യാത്ര. അവർ എന്നെ വിളിച്ചു, രാമനുണ്ണി കൂടെ വരണം. ആദ്യമായിട്ടാണ് ഒരു അമുസ്ലിമിനെ കൂടെ കൊണ്ടുപോകുന്നത്. ഞാൻ ഇറാഖിലും സിറിയയിലും ജോർദാനിലും പാലസ്തീനിലും ഇസ്രയേലിൽ പോയി, ബൈത്തുൽ മുഖദ്ദസിൽ പോയി. അദ്ദേഹം സ്വർഗയാത്ര നടത്തിയ ആ സ്ഥലത്തെത്തിയപ്പോൾ എനിക്ക് വല്ലാത്തൊരു അനുഭൂതി ഉണ്ടായി. ഇതുകൂടി ഈ നോവൽ എഴുതാൻ എന്നെ സഹായിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് ഞാൻ എന്തുകൊണ്ട് ഇവിടെ സംസാരിക്കുന്നു എന്നത് എനിക്കതിൻ്റെ ഒരു ദൈവാനുഗ്രഹത്താൽ ഒരു അർഹതയുണ്ട്. ചെറുപ്പം മുതൽക്ക് അമ്മ എന്നിൽ വളർത്തിയെടുത്ത ശ്രീകൃഷ്ണനെ പോലെ തന്നെയാണ് നബി എന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയ ആ നബി സ്നേഹമുണ്ടല്ലോ എൻ്റെ ജീവിതത്തിൽ വലിയ പ്രകാശമാണ്.
ഈ നോവലിനാണ് എനിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി ദേശീയ പുരസ്കാരം ലഭിച്ചത്. എത്രയോ സ്ഥലത്ത് വലിയ ചർച്ചയായിട്ടുള്ള ഒരു പുസ്തകമാണ്. ഇതിപ്പോ മറ്റു ഭാഷകളിലേക്കൊക്കെ വിവർത്തനം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നബിയെ പറ്റി നമ്മൾ ആലോചിക്കുന്ന സമയത്ത് നബിയെ സ്നേഹത്തോടും ആദരവോടും കൂടി പഠിക്കണം. അല്ലാതെ യുക്തി കൊണ്ട് മാത്രം പഠിച്ചാൽ പോരാ. ഹൃദയത്തിലേക്കാണ് നമ്മൾ എടുക്കേണ്ടത്. നബിയുടെ ഓരോ ജീവിത ഘട്ടങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും നബി ദൈവദൂതൻ തന്നെ എന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഓരോ ദൃഷ്ടാന്തങ്ങൾ വെച്ചും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല, അദ്ദേഹത്തിന്റെ വാക്കും പ്രവൃത്തിയും അദ്ദേഹത്തിന്റെ ഓരോ ജീവിത നിമിഷങ്ങളും ലോകത്തിനും മനുഷ്യരാശിക്കുമുള്ള സന്ദേശങ്ങളാണ് പ്രവർത്തിക്കൊണ്ടിരിക്കുന്നത്. നബിയുടെ ഓരോ നിമിഷവും നേരത്തെ പറഞ്ഞില്ലേ, എന്റെ ജീവിതം തന്നെയാണ് എന്റെ സന്ദേശം. അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ, മറ്റ് മഹാത്മാക്കളൊക്കെ പറഞ്ഞാലും കുറെയൊക്കെ പിഴവുണ്ടാവും, ഇത് ദൈവദൂതനാണ്ട് അക്ഷരാർത്ഥത്തിൽ ജീവിതം, വാക്ക്, പ്രവൃത്തി മനുഷ്യരാശിയെ സന്മാർഗം കാണിക്കാനുള്ള സന്ദേശങ്ങളെ തന്നിട്ടുണ്ട്. നമുക്കറിയാം, ജനിച്ചു വരുന്നതിന്റെ മുമ്പ് തന്നെ ഉപ്പ മരിച്ച ആളാണ് നബി. ഒരു 6 വയസ്സായപ്പോഴേക്ക് ഉമ്മയും മരിച്ചു, 8 വയസ്സായപ്പോഴേക്ക് ഉപ്പാപ്പയും മരിച്ചു. ഇങ്ങനെ പിതൃവ്യന്റെ സംരക്ഷണത്തിൽ അനാഥന്റെ പോലെ വളർന്നിട്ടുള്ള ആളാണ്. അന്നാണെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ കുട്ടിക്ക് വടക്കാവാനുള്ള എല്ലാ സാഹചര്യവും പിന്നെ അറേബ്യ എന്ന് പറഞ്ഞാൽ കുത്തഴിഞ്ഞ ഭരണം, ജീർണത, മദ്യപാനം, സ്ത്രീകളോട് വിലയില്ലായ്മ, വഞ്ചന, ചതി. അക്കാലത്ത് വലിയൊരു കവി അവിടുത്തെ അവസ്ഥയെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ സുഹൈർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവി പറഞ്ഞിട്ടുള്ളത്, ശക്തൻ ദുർബലനെ വിഴുങ്ങുന്ന നാടാണ് അറേബ്യ. ശക്തിയുള്ളവര്, അതായത് ഒരു കാട്ടുനീതിയാണ്, ശക്തിയുള്ളവർക്ക് ദുർബലരെ എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥാവിശേഷത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒട്ടും വഴി തെറ്റാതെ, മദ്യപാനത്തിലേക്ക് പോകാതെ, ചതിയിലേക്ക് പോകാതെ, ചെറുപ്പത്തിൽ തന്നെ വിശ്വസ്തൻ അൽ-അമീൻ എന്ന പേര് കേട്ട് വളർന്നു വന്നതാണ്. എങ്ങനെയാണ്? ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ്. നിന്നെ ഇവിടെ ഈ ഭൂലോകത്തേക്ക് അയച്ചിരിക്കുന്നത് ഈ മനുഷ്യരാശിയെ നേരെയാക്കിയെടുക്കാനാണ് എന്ന ദൈവത്തിന്റെ സന്ദേശം കൊണ്ട് അദ്ദേഹം വഴിപിഴച്ചു പോയില്ല. അല്ലമീൻ, വിശ്വസ്തൻ എന്ന നിലയ്ക്ക് അറിയപ്പെട്ടു. നമ്മൾ വിശ്വസ്തൻ എന്ന് അറിയപ്പെടുമ്പോൾ അതിന്റെ പുറമേയുള്ള അർത്ഥത്തിൽ മാത്രം നാം എടുത്താൽ പോരാ. വിശ്വസ്തൻ എന്ന് പറഞ്ഞാല് പറഞ്ഞത് വിശ്വാസത്തോടു കൂടി എടുക്കുന്നവൻ, രഹസ്യം പറഞ്ഞാൽ പുറത്തേക്ക് പറയാത്തവൻ മാത്രമല്ല അതിന്റെ അർത്ഥമുള്ളത്. വിശ്വസ്തൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യനെ മനുഷ്യനാക്കുന്ന മർത്യഭാഷയോട് പ്രതിബദ്ധത പുലർത്തുവൻ എന്നുള്ളവനാണ്. നമ്മളുടെ ഭാഷ എന്തിനാ? മനുഷ്യന്റെ ഭാഷ എന്തിനാ? സത്യം പറയാനാണ് ഭാഷ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സത്യാനന്തര കാലം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ കുട്ടികളെ? സത്യാനന്തര കാലം എന്ന് പറഞ്ഞാൽ പച്ചക്കളവ് പറയുന്ന കാലം എന്നാ. ഇന്നത്തെ കാലത്തിന്റെ പേരാതാത്രേ. പക്ഷെ മനുഷ്യന് ദൈവം ഭാഷ തന്നിരിക്കുന്ന എന്തേസുണ്ടോ? സത്യം പറയാനാണ്, കളവ് പറയാനും വേണ്ടിയല്ല. ട്രസ്റ്റ്, വിശ്വാസം. ഭൂലോകത്താദ്യമായിട്ട് ട്രസ്റ്റ് എന്നൊരു വാക്ക്, കരാറ്, അതിലെ വിശ്വസ്തത അത് അവതരിപ്പിച്ചത് ഇസ്ലാം മതമാണ്. ട്രസ്റ്റ് കൊണ്ടുവന്ന ഇസ്ലാം മതമാണ്. അപ്പോ മനുഷ്യഭാഷ, തനിക്ക് ദൈവം മനുഷ്യനാക്കിയ തന്നെ മനുഷ്യനാക്കാൻ ആ ഭാഷയോടുള്ള സത്യസന്ധതയും പ്രതിബദ്ധതയും കൂടിയാണ് അല്ലമീനാക്കി മാറ്റിയത്. ജീവിതത്തിൽ കൂടെ അദ്ദേഹം ഒരു സന്ദേശം നൽകുകയായിരുന്നു. നിങ്ങൾ കളവ് പറയരുത്, ഭാഷ സത്യം പറയാനുള്ളതാണ് എന്ന സന്ദേശമാണ് അല്ലമീനാകുന്നതിൽ കൂടെ അദ്ദേഹം പ്രസരിപ്പിച്ചുകൊണ്ടിരുന്നു. സത്യസന്ധനായിട്ടുള്ള ഒരു കച്ചവടക്കാരനായിരുന്നു അദ്ദേഹം. കച്ചവടക്കാരനായിരുന്നു നബി, നമുക്കറിയാം. സത്യസന്ധനായിട്ടുള്ള കച്ചവടക്കാരൻ, ഒരു സിറിയൻ കച്ചവടക്കാരൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എത്രയോ കച്ചവടക്കാരെ ലോകത്ത് കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതേപോലെ സത്യസന്ധനായ ഒരു കച്ചവടക്കാരനെ റസൂലിനെ പോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലെ ഞാൻ കണ്ടിട്ടില്ല എന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കാര്യമാണ്. ഇന്നിപ്പോ ചില തമാശകളുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നബീനെ ആദരിക്കാതിരിക്കാൻ വേണ്ടി വെറും മനുഷ്യനാക്കി മാറ്റാ, ആരാധനയായി പോകുമെന്ന് പേടിച്ച് സ്നേഹിക്കും വേണ്ടെന്ന് പറയാം. ഇതേമാതിരിയൊക്കെ ഇന്ന്
ഈ കച്ചവടം കണ്ട് കള്ളക്കച്ചവടം നടത്തുന്ന ആൾക്കാർ പറയുന്ന ഒരു വാചകമുണ്ട്, നമ്മൾ ആലോചിക്കേണ്ട കാര്യം. നബി കച്ചവടക്കാരനായിരുന്നല്ലോ എന്ന്. പക്ഷേ നബിയുടെ കച്ചവടം ഇന്നത്തെ കള്ളക്കച്ചവടമല്ല, ഇന്നത്തെ ഫൈനാൻസ് ക്യാപിറ്റലിസത്തിന്റെ കള്ളക്കച്ചവടം അല്ല നബി നടത്തിയത്. സത്യസന്ധമായി മനുഷ്യരാശിയുടെ പുരോഗമനത്തിനു വേണ്ടിയിട്ടുള്ള ധാർമ്മികമായ വിനിമയമായിരുന്നു. കച്ചവടം കൊണ്ടാണ് ലോകം പുരോഗമിച്ചിട്ടുള്ളത്. പക്ഷെ ഈ കച്ചവടം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മുതലാളിത്തം ഉണ്ടല്ലോ, ഈ അമേരിക്കയൊക്കെ കൂടി ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, ആൾക്കാരെ ചതിക്കുന്ന, കള്ളത്തരം കാണിക്കുന്ന ഫൈനാൻസ് ക്യാപിറ്റലിസം എന്ന് പറഞ്ഞ മുതലാളിത്ത ഘടനയുടെ കച്ചവടമല്ല കുട്ടികളെ നബിയുടെ കച്ചവടം. അപ്പൊ ഇന്നത്തെ മുതലാളിത്തത്തിന്റെ വൃത്തികെട്ട കപടമായ കച്ചവടത്തെ തിരുത്താനാണ് നമ്മൾ നബിയുടെ കച്ചവടക്കാരൻ എന്ന മഹാത്മ്യത്തെ ഉയർത്തിപ്പിടിക്കേണ്ടത്. സത്യസന്ധതയോടുകൂടി ധർമ്മിഷ്ഠതയോടുകൂടി ചെയ്യുക. 20-ാം വയസ്സിലാണ് നബി അറേബ്യയിലുണ്ടായിരുന്ന. അറേബ്യയിലൊക്കെ ഗോത്രപരമായിട്ടുള്ള സ്നേഹം, അവനാന്റെ ഗോത്രത്തിലുള്ളവൻ എന്ത് തോന്നിയാസം ചെയ്താലും കൂട്ടും, മറ്റുള്ളവനാണെങ്കിൽ എന്ത് ധർമ്മം ചെയ്താലും അതിനെ എതിര് പറയും. ഇങ്ങനെ ഗോത്രീയമായിട്ടുള്ള പക്ഷപാതപരമായിട്ടുള്ള അവസ്ഥാവിശേഷത്തിൽ അവിടെ ഉണ്ടായിട്ടുള്ള നന്മയുടെ നീതിയുടെ കൂട്ടായ്മയില് 20-ാം വയസ്സിൽ തന്നെ നബി ചെന്ന് ചേർന്നു എന്നാ പറയുന്നത്. അന്ന് അത് പ്രവാചകത്വം വരുന്നതിന്റെ മുന്നെയാണ്. അന്ന് തന്നെ അദ്ദേഹത്തിന് നീതിയോടും ധർമ്മത്തിന്റെയും വഴിയിൽ ചരിക്കാൻ വേണ്ടി ദൈവത്തിന്റെ നിർദ്ദേശമാണ്, അദ്ദേഹം അനുസരിച്ചു കൊണ്ടിരിക്കുകയാണ്. നീ ദൈവദൂതനാകാനുള്ള വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. ഇങ്ങനെ ഉള്ള സമയത്താണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവുണ്ടായത്. ഇതെല്ലാം തന്നെ ഓരോ തത്വങ്ങളുടെ പ്രഖ്യാപനമായിട്ട് എടുക്കണം. നബിയുടെ ജീവിതത്തിലത്തെ കഥകള് ആ സംഭവങ്ങൾ മാത്രമല്ല, ഓരോ തത്വങ്ങളായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ടതായി വരും. അങ്ങനെ ഇത്ര സത്യസന്ധനായിട്ടുള്ള ഒരു കച്ചവടക്കാരുണ്ട്, ചെറുപ്പക്കാരുണ്ട് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ പ്രശസ്തി നാട്ടിലൊക്കെ പരക്കല് തുടങ്ങി. അങ്ങനെയാണ് അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള വിവരം അറിഞ്ഞ സമയത്ത് അന്ന് ഖദീജ ബീവി തനിക്ക് കച്ചവടത്തിന്റെ ഒരാൾ വേണമെന്ന് പറഞ്ഞ സമയത്ത് ഇദ്ദേഹത്തെ കാര്യങ്ങൾ ഏൽപ്പിച്ചു. ഒരു യാത്ര പോയ സമയത്ത് കൂടെയുള്ളവർ പറഞ്ഞു, ഇത്ര സത്യസന്ധനായിട്ടുള്ള ഒരാളെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. മാത്രമല്ല അന്ന് കഅബയുടെ പുതുക്കിപ്പണിയൽ സമയത്ത് നബിയുടെ പേരും പെരുമയെല്ലാം തന്നെ കൂടുതൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ആ സമയത്തും അതിലാ കറുത്ത ശില പ്രാപിക്കുന്ന സമയത്ത് എല്ലാ ഗോത്രങ്ങളും കൂടി കശപിച്ച് ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞിട്ട് രക്തം ചൊരിയുമോ എന്നുള്ള അവസ്ഥയാ വന്നപ്പോഴാണ് നബി തിരുമേനി തന്റെ പിതൃവ്യനായിട്ടുള്ള മൂസനെ വിളിച്ചിട്ട് വലിയൊരു വിരിപ്പ് കൊണ്ടുവരാൻ പറഞ്ഞ് ആ വിരിപ്പിന്റെ നടുക്ക് ഈ കറുത്ത ശില വെച്ച് എല്ലാ ഗോത്രമുഖ്യന്മാരെയും ഓരോ തല പിടിപ്പിച്ചിട്ട് അതവിടെ സ്ഥാപിച്ചു. ഇത് വെറുതെ ഒരു വിരിപ്പിന്റെ മുകളിൽ ഒരു കല്ല് വെച്ചിട്ട് തമ്മിലുള്ള കശപിശുണ്ടാക്കിയതല്ല, ഇത് വലിയ പ്രതീകാത്മകമായ ഒരു പ്രവൃത്തിയാണ്. ദൈവത്തിന്റെ ആദ്യത്തെ ആരാധനാലയത്തിൽ മനുഷ്യരെല്ലാം തന്നെ ഒരു വിരിപ്പിന്റെ തല പിടിക്കുന്ന പോലെ ഏകതയോടുകൂടി നിൽക്കണം, ഐക്യത്തോടുകൂടി നിൽക്കണം. ദേവാലയത്തിന്റെ കാര്യത്തിൽ മനുഷ്യന്മാർ കശപിശ കൂടരുത് എന്ന പ്രതീകാത്മകമായ കാവ്യാത്മകമായ പ്രവർത്തനമായിരുന്നു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കറുത്ത ശില സ്ഥാപിക്കാൻ വേണ്ടി ചെയ്ത കാര്യത്തിൽ കൂടെ ചെയ്തു. ഇങ്ങനെ ഈ ചെറുപ്പക്കാരൻ എത്ര വേഗമാണ് തമ്മിലടിക്കുന്ന ഗോത്രമുഖ്യന്മാരെ ഒരുമയിലേക്ക് നയിക്കാൻ നോക്കിയത് നാം മനസ്സിലാക്കും. അദ്ദേഹം അറിയാം, അദ്ദേഹം 25 വയസ്സ് വരെ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല. അന്നൊക്കെ പ്രായപൂർത്തി ആവുന്നതിന്റെ മുന്നത്തെ അറബിയിലൊക്കെ അന്നത്തെ കാലത്തൊക്കെ മദ്യപാനവും സ്ത്രീകളുടെ അടുത്ത് പോലൊക്കെ തുടങ്ങും. തന്നെക്കാൾ 15 വയസ്സ് കൂടിയിട്ടുള്ള ഖദീജ ബീബിനെയാണ് വിവാഹം കഴിച്ചത്. ഇത് ഖദീജ ബീബിനെയായിട്ട് അദ്ദേഹം അവരുടെ സഹായിയായി നിന്ന് കച്ചവടത്തിൽ പങ്കാളിയായതുകൊണ്ട് മാത്രമല്ല, അതിന്റെ പിറകിലും ഒരു തത്വമുണ്ട് കുട്ടികളെ. ഇന്നിപ്പോ സ്ത്രീ എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ ശാരീരികമായ മാദകത്വവും ഒക്കെയാണ് സ്ത്രീയില് പുരുഷൻ കാണുന്നത്. പക്ഷെ 15 വയസ്സ് കൂടിയിട്ടുള്ള ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ശാരീരികമായ ആകർഷണത്തെക്കാൾ ആത്മീയമായിട്ടുള്ള മാർദ്ദവമാണ്. ഒരു പുരുഷൻ സ്ത്രീയിൽ കാണേണ്ടത് സ്ത്രീയുടെ ഭൗതികമായിട്ടുള്ള സൗന്ദര്യം മാത്രം, അത് കണ്ടോളൂ. പക്ഷെ അതിൽ കൂടുതൽ ആത്മീയമായിട്ടുള്ള സൗന്ദര്യവും മാർദ്ദവുമാണ് കാണേണ്ടത് എന്നതിന്റെ പ്രതീകാത്മകമായ ഒരു കർമ്മം കൂടിയായിരുന്നു. നബിയുടെ ഓരോ പ്രവർത്തനവും ദൈവനിയന്ത്രിതമാണ്. ഖദീജ ബീവിനെ വിവാഹം കഴിക്കാൻ 15 വയസ്സ് കൂടിയിട്ടുള്ള ഒരു സ്ത്രീനെ വിവാഹം കഴിക്കാൻ യോഗമുണ്ടായതിൽ അടക്കം
ഒരു സന്ദേശമുണ്ട്. ഇന്നിപ്പോ എന്താ ലോകത്ത്? ഇന്ന് സ്ത്രീ ശരീരം എന്ന് പറഞ്ഞാൽ ഏറ്റവും വൃത്തികെട്ട രീതിയിൽ വിൽപ്പന ചരക്കാക്കുന്ന ഒരു കാലഘട്ടമാണ്. സ്ത്രീയോട് അങ്ങനെയല്ല. സ്ത്രീയുടെ സൗന്ദര്യത്തെ വിൽപ്പന ചരക്കും വെറും ആസ്വദിക്കാനുള്ള വസ്തുവായിട്ടല്ല കാണരുത്. അതുണ്ട്, ആ സൗന്ദര്യക്കുണ്ട്. പക്ഷെ മനസ്സിന്റെയും ആത്മാവിന്റെയും സൗന്ദര്യം ആ സ്ത്രീയിൽ, ഒരു സ്ത്രീയിൽ ഏറ്റവും ബഹുമാനിക്കേണ്ടത് ആ സ്ത്രീയുടെ മാതൃത്വമാണ്. അതിനോടാണ് പലപ്പോഴും 15 വയസ്സ് കൂടിയിട്ടുള്ള സ്ത്രീ എന്ന് പറയുമ്പോൾ ആ മാതൃത്വം എന്ന ആ ഗുണത്തിനോട് പ്രാധാന്യം കൂടി വരുന്നു. ഇപ്പൊ നബിയുടെ ആദ്യത്തെ വിവാഹം തന്നെ ഖദീജ ബീവി മരിക്കുന്നവരെ അദ്ദേഹം വേറെ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല, നമുക്കറിയാം. പിന്നെ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വത്തിന്റെ പേരിലും സഹാനുഭൂതിയുടെ പേരിലും രാജതന്ത്രത്തിന്റെ പേരിലും നബി തിരുമേനി വിവാഹങ്ങൾ കഴിച്ചു. അതൊക്കെ തന്നെ നേരും നെറിയോടും കൂടിയിട്ടുള്ള വിവാഹങ്ങളായിരുന്നു. അതിന്റെ പേരിലാണല്ലോ ഇന്നിപ്പോ അദ്ദേഹത്തിനെ വെറുതെ ആൾക്കാർ ഇതാക്കുന്നത്. പക്ഷേ ഖദീജ ബീവി മരിക്കുന്നവരെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം കഴിച്ചിട്ടില്ല. മാത്രമല്ല ഖദീജ ബീവിയെ ആദരവോടുകൂടി, ഇന്നിപ്പോ ഭാര്യമാര് മരിച്ചാല് പുരുഷന്മാര് അധികം വഴുകാതെ 2ാം കെട്ടും 3ാം കെട്ടൊക്കെ നടത്താറുണ്ട്. പിന്നെ ആദ്യത്തെ ഭാര്യനെ പറ്റി സ്വപ്നത്തിലും കൂടി ഓർമ്മ ഉണ്ടാവില്ല. സാധാരണ അങ്ങനെയാണ് നമ്മൾ ലോകത്ത് കാണാറുണ്ട്. പക്ഷെ നബി നല്ല ആലോചിക്കണം, ഖദീജ ബീവിയെ പറ്റി എപ്പോഴും നന്മ മാത്രം പറയുകയും ആദരവോടുകൂടി സംസാരിക്കുകയും അവരുടെ സുഹൃത്തുക്കൾക്ക് സമ്മാനങ്ങൾ കൊടുത്തേക്കുകയും ചെയ്തു. അപ്പൊ എങ്ങനെയാണ് സ്മരണ നിലനിർത്തേണ്ടത്? തന്റെ ജീവിത പങ്കാളി വേറിട്ട് പോയാലും സ്മരണ നിലനിർത്തണം. സ്മരണയാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. നന്ദി കെട്ടല്ല. ഇന്നിപ്പോ ആൾക്കാരെന്താ, അപ്പ കാണുന്നവൻ അപ്പാന്ന് വിളിക്കുന്ന ഒരു കാലത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്. ഓരോ ഓർമ്മയുണ്ടാവില്ല, ആരോടും നന്ദിയില്ല, കടപ്പാടില്ല. ഇതെല്ലാം നാം മനസ്സിലാക്കേണ്ടത്. നബിയുടെ ഓരോ ജീവിതത്തിലെ പ്രവർത്തനങ്ങളും ഇന്നത്തെ കെട്ടകാലത്തെ ശുദ്ധീകരിക്കാനുള്ള പാഠങ്ങളാണ് സഹോദരൻ. ഇതാണ് നബി മഹാത്മാവാകുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ സെന്റർ, നബിയെ പഠിക്കാൻ വേണ്ടി മാത്രം ഒരു സെന്റർ സ്ഥാപിച്ചുകൊണ്ട് നിങ്ങളെല്ലാം അനുഗ്രഹീതരായിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എങ്ങനെയാണ് നമ്മളെ കീഴുള്ളവരോട് പെരുമാറുക? നമ്മളിടയ്ക്ക് നമ്മളെ തുല്യമായിട്ടുള്ളവരോടൊക്കെ നന്നായിട്ട് നിൽക്കും. നമ്മളെക്കാട്ടും വലിയ ആൾക്കാരോട് വലിയ ആദരവും സ്നേഹമൊക്കെ കാണിക്കും. പക്ഷെ നമ്മളായിട്ട് താഴ്ന്ന ആൾക്കാർ വരുന്ന സമയത്ത് നമ്മൾ അത്ര നല്ലവരായിക്കൊള്ളണമെന്നില്ല. നബിയുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കേണ്ട പാഠം. നബി അന്നൊക്കെ അടിമത്ത വ്യവസ്ഥ നിലനിൽക്കുന്ന കാലമാണ്, നിങ്ങൾക്കറിയാം. ഖദീജ ബീവിയുടെ കുടുംബത്തിന് സെയ്ദ് എന്ന് പറഞ്ഞ ഒരു അടിമയെ കിട്ടിയിരുന്നു. ഖദീജയുടെ സഹോദരന്റെ മകൻ ഹക്കീമാണ് നബിക്ക് വിവാഹസമ്മാനായിട്ട് പിന്നെ ഒരു അടിമേനൊക്കെ കൊടുത്തു. ഈ അടിമ നബിക്ക് വളരെ ഇഷ്ടം ആയിട്ടുള്ള ആളായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ ഈ സെയ്ദിനെ ശരിക്ക് എങ്ങനെ ഒരു ട്രാപ്പിൽ പെട്ടിട്ട് അടിമ ചന്തയിൽ പോയതാണ്. സെയ്ദിന്റെ അച്ഛൻ എന്താണ്, ഹാരിസ്. അതെ, ഹാരിസും അമ്മാമനും കൂടി സെയ്ദിനു വേണ്ടി ഇങ്ങനെ തെരഞ്ഞു നടക്കുകയാണ്. ഒടുക്കം മനസ്സിലായി ഇങ്ങനെ നബിയുടെ വീട്ടിലുണ്ട്. ഖദീജയുടെ കുടുംബത്തിൽ നിന്ന് ഹക്കീം വിവാഹസമ്മാനായിട്ട് കൊടുത്താൽ അവിടുന്ന് തെരഞ്ഞു വന്നു. ഹാരിസ് ബാപ്പയ്ക്ക് കൂടി തെരഞ്ഞു വന്നിട്ട് പിന്നെ സെയ്ദിനോട് പറഞ്ഞു, എന്റെ കൂടെ വരണം, അപ്പൊ ഇതിന് നമ്മൾ പ്രതിഫലം കൊടുക്കണം, അതിന് റാൻസം കൊടുക്കാൻ തയ്യാറി, എത്ര വേണമെങ്കിൽ നബിക്ക് പൈസ കൊടുക്കാം, മോനെ ഇങ്ങോട്ട് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ നബി പറഞ്ഞു, മോനെ സെയ്ദ്, നീ പോണെങ്കിൽ പോയിക്കോ, എന്ത് വേണം, എന്റെ ഇഷ്ടമാണ്, നീ സ്വതന്ത്രനാണ്, നിനക്ക് പോണെങ്കിൽ പോവാ, എന്താ ഇഷ്ടം മരിച്ച. സെയ്ദ് എന്താ പറഞ്ഞിട്ടുണ്ടോ, ഞാൻ പോകുന്നില്ല തിരുമേനി എന്ന് പറഞ്ഞു. അതും ഒരു തത്വമാണ്. കാരണം അടിമയാണ്, ഏറ്റവും കീഴെ നിൽക്കുന്ന അടിമേനെ അന്നൊക്കെ ചവിട്ടും കുത്തൊക്കെയാണ്. ബിലാലിനൊക്കെ എങ്ങനെയാണ് പിന്നെ ഇവരൊക്കെ പെരുമാറിയെന്ന് നമുക്കറിയാം. ബിലാലിന്റെ കഥ ഞാൻ വരുന്നേ ഉള്ളൂ എൻ്റെ അകത്ത്. ആ സമയത്തും സെയ്ദ് എന്ന അടിമേനെ സ്വന്തം സഹോദരന്റെ പോലെയാണ് നബി നോക്കിയിരുന്നത്. അതുകൊണ്ടാണ് ബാപ്പ വന്ന് വിളിച്ച സമയത്തും സെയ്ദ് പറഞ്ഞു, ഇല്ല ബാപ്പ, ഞാൻ വരുന്നില്ല, ഞാൻ ഇവിടെ കൂടുകയാണെന്ന്. ലോകത്താദ്യമായിട്ടായിരിക്കും ഒരു അടിമേനെ വിമോചിപ്പിക്കാൻ വേണ്ടി സ്വന്തം വീട്ടുകാർ വരുമ്പോ, ഞാൻ വരുന്നില്ല ബാപ്പ, നിങ്ങൾ പോയിക്കോളി, ഞാൻ ഇവിടെ കൂടുക എന്ന് പറയുന്നത് ലോകത്താദ്യത്തെ സംഭവമായിരിക്കും. ഇതില് സെയ്ദ് പറഞ്ഞതിലൊരു തത്വം ഉണ്ട് എന്ന് മനസ്സിലാക്കണം. എന്താണ് സ്വാതന്ത്ര്യം? സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ തോന്നിവാസം കാണിക്കാനുള്ളതല്ല സ്വാതന്ത്ര്യം. ബാപ്പ ഹാരിസിന്റെ കൂടെ പോയാൽ അന്നത്തെ
ആ അറേബ്യൻ കൾച്ചറിലേക്കാ പോകുന്ന. അവന് കുറെ സ്വാതന്ത്ര്യം കിട്ടും, പക്ഷെ തോന്നിയാസം കാണിക്കാനുള്ള സ്വാതന്ത്ര്യം ആയിരിക്കും ഇടയ്ക്ക്. അപ്പോ തോന്നിവാസം കാണിക്കാനുള്ള സ്വാതന്ത്ര്യത്തെക്കാൾ നല്ലത് ചില അച്ചടക്കത്തോടു കൂടിയിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. തോന്നിവാസം കാണിക്കാനുള്ള സ്വാതന്ത്ര്യത്തെക്കാൾ നല്ലത് ദൈവഭയത്തോടു കൂടിയ സ്വയം നിയന്ത്രണമാണ് എന്ന പാഠമാണ് സെയ്ദ് പ്രഖ്യാപിച്ചത്. കണ്ടോ, നബിയുടെ കൂടെ നിൽക്കുന്നവരുടെ പ്രവൃത്തിയിലടക്കം ചില തത്വങ്ങൾ നമ്മൾ പാടിച്ചു. ഇങ്ങനെയാണ് നബീനെ നമ്മൾ പഠിക്കേണ്ടത്. ശരിക്കും നബിയുടെ ഓരോ നിമിഷവും രേഖപ്പെടുത്തിയത് അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുള്ള തത്വം എന്താണ്, ഫിലോസഫി എന്താണ്, ധർമ്മം എന്താണ് നമ്മൾ കണ്ടത്. ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് നമ്മളുടെ ജീവിതവും ലോകത്തിന്റെ ജീവിതവും സമ്പുഷ്ടമായി മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് കറുത്ത ബിലാൽ. ബിലാല് ആഫ്രിക്കക്കാരനാണ്, എത്യോപ്യക്കാരനാണ്, അബിസീനിയനാണ്. ബിലാല് അവിടെ അച്ഛനും അമ്മയും അടിമകളായിരുന്നു. ബിലാലിനെ ഉമ്മയ്യത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രൂരനായിട്ടുള്ള അറബിയുടെ കീഴിലാണ്. അതികഠിനമായിട്ട് നല്ല കരുത്തും തെണ്ണമെടുക്കുള്ള മനുഷ്യനായിരുന്നു, ശക്തനായ പുരുഷനായിരുന്നു, പണിയെടുപ്പിക്കും. നബിയുടെ ഇസ്ലാം പ്രബോധനം കേട്ടോടുകൂടി ബിലാൽ ഇസ്ലാമിലേക്ക് ചേർന്നു. അത് ഉമ്മയ്യത്തിന് തീരെ ഇഷ്ടായില്ല. മരുഭൂമിയിൽ കൂടെ വലിച്ചഴച്ച് വലിയ കരിങ്കല്ലൊക്കെ നെഞ്ചത്ത് കയറ്റിവെച്ച് കൊല്ല ചെയ്തു. നബി വിവരം അറിഞ്ഞ് സങ്കടത്തോടു കൂടി നിന്നു. മാത്രമല്ല അങ്ങനെ അബൂബക്കർ സിദ്ദീഖിനോട് പറഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് ഈ ഉമ്മയ്യത്തിനുള്ള പൈസ കൊടുത്തിട്ട് ബിലാലിനെ സ്വതന്ത്രമാക്കി. ബിലാല് ഇസ്ലാമിൽ ചേർന്നതിന്റെ പകയായിരുന്നു കിട്ടിയത്. ആദ്യം ഇസ്ലാമിൽ ചേർന്ന ഒരു അടിമയായിരുന്നു ബിലാൽ. നമ്മൾ മനസ്സിലാക്കണം, അന്ന് വരെ കുറച്ചു വർഷങ്ങൾ വരെ ഈ ഒരർത്ഥമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ, ബിലാല് ആദ്യമായി ചേർന്ന ഒരു അടിമ എന്ന. പക്ഷേ നബി പറഞ്ഞു, നീയാണ് ബാങ്ക് വിളിക്കേണ്ടത്, ദൈവവിളി നടത്തേണ്ടത്. മക്ക കീഴടപ്പി പറഞ്ഞു, നീയാണ് ആദ്യം ബാങ്ക് വിളിക്കേണ്ടതെന്ന് പറഞ്ഞു. എന്താ ഉണ്ടോ, ഇന്ന് നാം മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ മനുഷ്യരാശിയുടെ ഉത്ഭവം ആഫ്രിക്കയിൽ നിന്നാണ്, എത്യോപ്യയിൽ നിന്നാണ്. ബിലാലിന്റെ നാട്ടിൽ നിന്നാണ് മനുഷ്യരാശി ഉത്ഭവിച്ചിരിക്കുന്നത്. അപ്പോ ആദ്യമായിട്ട് ഇസ്ലാമിലേക്ക് വരേണ്ടത് കാവ്യാത്മകമായൊരു സൗന്ദര്യമുണ്ട് അതിൻ്റെ അകത്ത്. കാരണം ഇത്യോപ്യയിൽ നിന്നാണ് ആദ്യം മനുഷ്യരാശി ഉണ്ടാച്ചാൽ അവിടെ നിന്നുള്ള ബിലാല് തന്നെയാണ് ആദ്യമായിട്ട് ഇസ്ലാമിലേക്ക് വന്ന കൂട്ടത്തിൽപ്പെടുന്ന ആള്. മാത്രമല്ല മക്ക വിജയത്തിന്റെ സമയത്ത് നബിക്ക് എത്ര ആൾക്കാരെ കൊണ്ട് ബാങ്ക് വിളിപ്പിക്കായിരുന്നു, പക്ഷെ നബി എന്തുകൊണ്ട് ബിലാലിനെ കൊണ്ട് ബാങ്ക് വിളിപ്പിച്ചു? അതിൽ അദ്ദേഹത്തിന്റെ ഉൾജ്ഞാനമാണ്. മനുഷ്യരാശിയുടെ ഉത്ഭവസ്ഥാനമായ എത്യോപ്യയിൽ നിന്ന് വന്നവനാണ് ഈ ബിലാൽ എന്ന ഒരു ജ്ഞാനമുണ്ടല്ലോ. അന്ന് ഈ സയൻസ് ഒന്നും വന്നിട്ടില്ല. ഇന്നാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് മനുഷ്യരാശിയുടെ ഉത്ഭവം ആഫ്രിക്കയിൽ നിന്നായിരുന്നു, എത്യോപ്യയിൽ നിന്നാണ്. പക്ഷെ നബിക്ക് ഇത് അറിയാമായിരിക്കും. അതല്ലേ ബിലാലിനെ ആദ്യം തന്നെ ബിലാലിനെ കൊണ്ട് മെക്ക വിജയ സമയത്ത് നീയാണ് ആദ്യം ബാങ്ക് വിളിക്കേണ്ടതെന്ന് പറഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞത്, നബിയുടെ ഓരോ കർമ്മങ്ങളും പ്രവൃത്തികളും നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതെല്ലാം മാനവരാശിക്കുള്ള സന്ദേശങ്ങളുണ്ട്. അതെല്ലാം പുതിയ ശാസ്ത്രം വരുന്ന സമയത്ത്, പുതിയ ദർശനങ്ങൾ വരുന്ന സമയത്ത് അതിൻ്റെ എല്ലാം ഉൾവെളിച്ചമായിട്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും വാക്കുകളും പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ കൂടുതൽ കൂടുതൽ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ നബി പഠിച്ചാൽ തീരാത്ത ഒരു പാഠപുസ്തകമായിട്ടാണ് നമ്മുടെ വിരാജിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇന്നിപ്പോ ലോകത്തെ അവസ്ഥ, ഇന്നത് ഓരോ നബിയുടെ തീരുമാനങ്ങളും ഇന്നത്തെ കെട്ടകാലത്തിനുള്ള പാഠമാണ്. ഇന്നിപ്പോ ലോകത്തെ ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നവരാരൊക്കെയാ? ഒന്ന് കീഴാളരായിട്ടുള്ള ആൾക്കാർ, ദളിതരെന്നൊക്കെ നമ്മൾ വിളിക്കും. ഈ ബിലാലിനൊക്കെ കൂട്ടത്തിൽ പെടുന്നവർ ആണ് ഏറ്റവും വിഷമം. അവരോടൊപ്പം തന്നെ സ്ത്രീകളുടെ അവസ്ഥയാണ്. സ്ത്രീകൾ ഇന്ന് ലോകത്തെ ഏറ്റവും വികസിതമായ രാജ്യങ്ങളിലടക്കം സ്ത്രീകൾക്കായിട്ടുള്ള എതിരായിട്ടുള്ള അതിക്രമങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളെ വെറും കച്ചവടച്ചരക്കായിട്ട് മാറ്റുന്ന മുതലാളിത്ത വ്യവസ്ഥിതിയിലാണ് നാം ജീവിച്ചിരിക്കുന്നത്. ആദ്യമായി സ്ത്രീ സ്വാതന്ത്ര്യത്തിനു വേണ്ടി, സ്ത്രീയുടെ അവകാശത്തിനു വേണ്ടി ചരിത്രത്തിൽ ശബ്ദമുയർത്തിയത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. അദ്ദേഹം വെറും യുക്തിയുടെ പേരിലായിരുന്നില്ല, ന്യായത്തിന്റെ പേരിൽ മാത്രമായിരുന്നില്ല,
ധർമ്മത്തിന്റെ പേരിൽ മാത്രമായില്ല, കാരുണ്യത്തിന്റെ പേരിലായിരുന്നു നബിക്ക് സ്ത്രീയോടുള്ള സ്നേഹം. ആരെയാണ് ആദരിക്കേണ്ട ആദ്യം ചോദിപ്പം? ഉമ്മേനെ. പിന്നെ ആരെയാണ് ആദരിക്കേണ്ടത്? ഇപ്പൊ അതും ഉമ്മേനെ. 3 പ്രാവശ്യം ഉമ്മേനെ ആദരിച്ചിട്ടേ പിതാവിനെ ആദരിക്കണ്ടു. മാതാവിന്റെ കാൽ കീഴിലാണ് സ്വർഗം എന്ന് പറഞ്ഞിട്ടുള്ള നബിയാണ്. സ്ത്രീനെ മാതാവിനെ എത്ര ബഹുമാനിച്ചിരുന്നു. ആ നബിയുടെ അന്നത്തെ നാട്ടിലെ സ്ഥിതി എന്താ ഉണ്ടോ? പെൺകുട്ടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൊന്നുകളയും. പെൺകുട്ടികൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അന്ന് അറേബ്യയില് നാണക്കടായിരുന്നു, ദാരിദ്ര്യമായിരുന്നു. നബി ഈ വിവരം കേട്ടിട്ട് നബി കണ്ണീര് വാർത്തിട്ട് പറയുമ്പോ ആ സംസ്കാരത്തിലുള്ളവർക്ക് അതൊരു സ്വാഭാവികമായ കാര്യമായിട്ടല്ലേ തോന്നുള്ളൂ. പക്ഷെ നബിയിൽ ദൈവം തന്നിട്ടുള്ള പൊരുളാണ്. പെൺകുട്ടികളെ ഇങ്ങനെ കുഴിച്ചുമൂട് നമസ്കാര സമയത്ത് അദ്ദേഹം കണ്ണീരണിഞ്ഞ് മൗനിയായി നിന്നിരുന്നു. ഒരു അനുചരൻ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം നബിയോട് പറഞ്ഞു, ഞാൻ എൻ്റെ കൊച്ചുമകളെ കൈപിടിച്ചു കൊണ്ടുപോയി ഒരു കിണറ്റിന്റെ പക്കത്ത് ചെന്ന് അതിലേക്ക് തള്ളിയിട്ടു. ദാരിദ്ര്യം കൊണ്ടാ, അന്ന് അങ്ങനെ പലരും ചെയ്യും. ഒരു പെൺകുട്ടി വരിക എന്ന് പറഞ്ഞ വിഷമം. ആ സമയത്ത് മണ്ണ് വീഴുന്ന സമയത്ത് ഉപ്പാ ഉപ്പാ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി കരയാണ് കിണറ്റിൽ കടന്നിട്ട്. ആ സമയത്ത് വീണ്ടും ആ ശബ്ദം അടങ്ങുന്നവരെ ഈ പിതാവ് മണ്ണിട്ടിട്ട് ആ കുട്ടീനെ മുടി. ഇത് കേട്ടോടുകൂടി നബി പൊട്ടിക്കരയാണ്. അദ്ദേഹത്തിന്റെ താടി മുഴുവൻ നനഞ്ഞു, കണ്ണീര് കൊണ്ട് എന്നാ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം അപ്പോ ഈ അനുചരനോട് പറയാം, അദ്ദേഹത്തിന് ദേഷ്യം പിടിക്കുന്നില്ല. സാരമില്ല, നീ ദൈവത്തിൽ സമർപ്പിച്ചാൽ അതോടുകൂടി നീ ഇസ്ലാമിലേക്ക് വന്നതോടുകൂടി പഴയ പാപങ്ങളെല്ലാം പോയി. വലിയൊരു തത്വമല്ലേ? 2 ഭാഗത്താ. ഒരു ഭാഗത്ത് അദ്ദേഹത്തിന് ഈ പെൺകുട്ടിയോടുള്ള കാരുണ്യം കൊണ്ട് കരഞ്ഞു. എന്നാൽ ഈ ഉപ്പങ്ങനെ വലിയൊരു പാപം ചെയ്ത ആളാണെങ്കിൽ അദ്ദേഹത്തെ തകർക്കാൻ പാടില്ലല്ലോ. ദൈവത്തിൽ അർപ്പിച്ച ആ പാപത്തിൽ നിന്ന് വിമുക്തനാക്കി കൊടുത്തു. ഇതെല്ലാം വിശ്വാസികളുടെ മാർഗമാണ്. വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ദൈവത്തിൽ സ്വയം സമർപ്പിതനായി കഴിഞ്ഞാൽ അതിന്റെ മുമ്പെയുള്ള എല്ലാ പാപങ്ങളിൽ നിങ്ങൾ വിമുക്തരായി എന്ന് പറഞ്ഞു. ഈ വിവേകാനന്ദൻ നബി എന്നൊക്കെ തന്നെയാണ് ഈ പാഠം പഠിച്ചിട്ടില്ല. അതന്നെയാണ് വിവേകാനന്ദൻ പറഞ്ഞിട്ടിരിക്കുന്നത്. ഇന്ത്യ മഹാരാജ്യം രക്ഷിക്കപ്പെടണമെങ്കിൽ വേദത്തിന്റെ ആത്മാവും ഇസ്ലാമിന്റെ ശരീരവും കൂടി വേണം. ഈ 2 മഹത്തരമായിട്ടുള്ള പാരമ്പര്യങ്ങൾ ഒന്നിച്ചു നിന്നാൽ മാത്രമേ ഇന്ത്യ രാജ്യം രക്ഷപ്പെടൂ എന്ന് ഹൈന്ദവതരെ ഔന്നത്യത്തിലുള്ള വിവേകാനന്ദനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ ഹൈന്ദവയുടെ ഔന്നത്യത്തിലുള്ള ശ്രീനാരായണ ഗുരു പറഞ്ഞത് കരുണാവാൻ നബി മുത്തുരത്നമോ എന്നാണ്. മുത്തുരത്നം പോലെ കരുണാവാനാണ് നബി എന്ന് പറഞ്ഞു. അപ്പൊ വിവരമുള്ളവരെ അറിയാം. ശ്രീരാമകൃഷ്ണ പരമഹംസർ ഇസ്ലാമായി ജീവിച്ചുകൊണ്ട് ആ രീതിയിൽ ദൈവസാക്ഷാത്കാരത്തിലേക്ക് എത്താൻ ശ്രമിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഇന്ന് ആ ഇന്ത്യയിലാണ് ഇന്ന് ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിൽ അടുപ്പിച്ചിട്ട് കുറെ ആൾക്കാർ കീശ വീർപ്പിക്കാനും കസാല ഉറപ്പിക്കാനും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷെ ഈ കെട്ടകാലമെല്ലാം തീർന്നു പോകും. അതിനുള്ള പ്രവർത്തനത്തിന്റെ ഭാഗം കൂടിയാണ് നിങ്ങൾ നബിയെ പറ്റി പഠിക്കുന്നത്. ഈ സ്ഥാപനം അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നബീനെ അദ്ദേഹം പെൺകുട്ടിയുടെ കാര്യത്തിൽ വിഷമിച്ചിട്ട് കണ്ണീരൊരുക്കുക മാത്രമല്ല ചെയ്ത്, അതിനനുസരിച്ച് അദ്ദേഹം പ്രവർത്തിച്ചു. അദ്ദേഹം പറഞ്ഞു, 2 പെൺകുട്ടികളെ വളർത്തിയവന് സുഖമായിട്ട് സ്വർഗത്തിൽ പോവാം. മാത്രമല്ല, വെറുതെ പറയല്ല, സ്വന്തം മകൾ ഫാത്തിമയോട് അദ്ദേഹം എന്താ ചെയ്തത്? ഫാത്തിമ വരുമ്പോ നബി അങ്ങ് നീട്ടു നിൽക്കും, നെറ്റിയിൽ ചുംബിക്കും, താനിരുന്ന ആ സീറ്റിലിരുത്തു. സ്വന്തം മകളെ. അതുവരെ അറബി സമൂഹം എങ്ങനെ സ്ത്രീയെ പുച്ഛിച്ചു, തരം താഴ്ത്തി, അതിന്റെ പകരം മുഴുവൻ നബി സ്ത്രീക്ക് വേണ്ടിയിട്ടുള്ള പ്രാധാന്യം കൊടുത്തു. സ്ത്രീക്ക് വിവാഹമോചനത്തിന് അടക്കമുള്ള സ്വാതന്ത്ര്യം കൊടുത്തു, സ്വത്തിൽ അവകാശം കൊടുത്തു എന്ന് നമുക്ക് പറയാൻ പറ്റും. മാത്രമല്ല അദ്ദേഹം എങ്ങനെയാണ് ഇന്നിപ്പോ ശത്രു ആണോ എന്ന് സംശയം തോന്നുമ്പോഴേക്ക്, ശത്രു ഒന്നും വേണ്ട, സംശയം തോന്നുമ്പോഴേക്ക് പിന്നെ അവനോട് അനീതി തുടങ്ങിയല്ലോ. ജൂതൻ, നിങ്ങൾക്ക് ഇതൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതിനെല്ലാം നമ്മൾ ഓരോ തത്വം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ആവർത്തിക്കുന്നത്. നിങ്ങൾ അറിയാത്ത കാര്യം ഒന്നും എനിക്ക് പറയാനില്ല. നിങ്ങൾ എന്നെക്കാട്ടും കൂടുതൽ നബിയുടെ ജീവിതം പഠിച്ച കുട്ടികളായിരിക്കും. ജൂതന്റെ ശവശരീരം പോരുന്ന സമയത്ത് അത് ജൂതന്റെ ശവശരീരാണെന്ന് പറഞ്ഞു. ജൂതൻ എന്താ, മനുഷ്യനല്ലേ? അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. അന്നുള്ള ജൂത വർഗത്തിന് അദ്ദേഹത്തിനോടുണ്ടായിരുന്ന കാലുഷ്യവും
എതിർപ്പും ഒന്നും അദ്ദേഹത്തിന് ഒരു പ്രശ്നമായിരുന്നില്ല എന്ന് നമുക്കറിയാം. തൻ്റെ മൂടുള്ള ദേഷ്യം കൂട് തൻ്റെ മുകളിലേക്ക് ചപ്പു ചവറൊക്കെ വലിച്ചെറിയുന്ന ഒരു ജൂത സ്ത്രീക്ക് സൂക്കടാന്ന് കേട്ടോടുകൂടി മൂപ്പർ അവിടെ പോയി കാണാൻ ശ്രമിച്ചു. മാത്രമല്ല, ഇന്നിപ്പോ നമ്മള് ഇന്ത്യൻ ഭരണഘടനയുടെ വലിയൊരു പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നതിന്റെ ഡെമോക്രസിയാണ്, അതിന്റെ ജനാധിപത്യം, മതേതരത്വം, സോഷ്യലിസം. ഈ 3 തത്വങ്ങളും ആധുനികമായ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങളായിരുന്നു നബി മുഴുവൻ പ്രക്ഷേപിച്ചു കൊണ്ടിരുന്നത്. ഇന്ത്യൻ പിന്നെ പീനൽ കോഡ് പ്രകാരം ഒരു കാര്യമുള്ള എന്താ വെച്ചോ, അതിന്റെ തത്വം എന്താ വെച്ചാൽ thousands of culprits may escape, not an innocent be punished. കുറെ കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും 100% തെളിവുണ്ടെങ്കിലേ എത്തും, ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടുന്നത്. നബിയുടെ തത്വം ഇതായിരുന്നു ആ കാലത്ത്. പക്ഷെ അത് അന്നത്തെ നിയമത്തിൽ അതുമാതിരി നടപ്പാക്കാനില്ല. നബി കഴിച്ചലായി പോവാണെങ്കിൽ കഴിച്ചലായി പോയിക്കോട്ടെ എന്നാ വിചാരിച്ചിട്ടുള്ളത് കുറ്റം ചെയ്തവര്. കാരുണ്യത്തിന്റെ മൂർത്തിമദ്ഭാവം. ഒരു ഗാമതീയ സ്ത്രീ കേട്ടിട്ടില്ലേ? അവര് വന്നു, എനിക്ക് ഞാൻ വഴിപഴച്ചു പോയിട്ടുണ്ട്, എനിക്ക് ശിക്ഷ തരണം എന്ന് പറഞ്ഞു വന്നു. നബി ആ കൂടി വിഷമായി. പിന്നെ അപ്പോ ഗർഭിണിയാണ്. അപ്പൊ പറഞ്ഞു, നിങ്ങൾ ഇപ്പൊ ശിക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഗർഭസ്ഥ ശിശുവിനോടും ചെയ്യുന്ന അതിക്രമമായിരിക്കും, അതുകൊണ്ട് നിങ്ങൾ പോയി പ്രസവിക്കൊക്കെ. എന്നിട്ട് ശിക്ഷയുടെ കാര്യം നമുക്ക് മെല്ലെ ആലോചിക്കാൻ. പ്രസവിച്ചു കഴിഞ്ഞപ്പോ പിന്നെ ഓടി വന്നു, അയ്യോ ഞാൻ പ്രസവിച്ചു, ഇനി എന്നെ ശിക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അല്ല, നിങ്ങൾ അങ്ങനെ ശിക്ഷിച്ചാൽ പറ്റില്ല, കുട്ടിക്ക് ആരാ പാല് കൊടുക്കാൻ ചോദിച്ചു. അപ്പോ എങ്ങനെങ്കിലും ആൾക്കാരെ കഴിച്ചിലാക്കാൻ നബീനെ പലപ്പോഴും പല ആൾക്കാർ, ഈ വെസ്റ്റേൺ ആയിട്ടുള്ള ആൾക്കാർ കുറ്റം പറയുന്ന കിടങ്ങ് യുദ്ധത്തിന്റെ പേരില്ല. കിടങ്ങ് യുദ്ധത്തില് ബനു ഖുറൈല വംശജരെ അതികഠിനമായിട്ട് ശിക്ഷിച്ചില്ലേ നബി? എവിടെയാണ് ഈ കാരുണ്യം എന്നൊക്കെ? നബിക്ക് സത്യത്തിൽ ഇവരെ ഒന്ന് കഴിച്ചിലാക്കണം. അതാണ് ഓസ്കുലമുഖ്യനെ വിധിക്കാൻ ഏൽപ്പിച്ചത്. കാരണം ഓസ്കുലമുഖ്യൻ ഇവരെ ആളാ, എന്നാലെങ്കിലും ഒന്ന് കഴിച്ചിലാക്കി. പക്ഷെ പുള്ളി രാജാവിനെക്കാട്ടും വലിയ രാജഭക്തി പറഞ്ഞ കഠിന ശിക്ഷ കൊടുത്തു. എന്റെ ദൈവത്തിന്റെ പുസ്തകത്തിൽ കിടങ്ങ് യുദ്ധത്തിൽ ഇവർ ശിക്ഷിക്കപ്പെട്ട സമയത്ത് ആ വേദന, അവര് ശ്വാസം മുട്ടുന്നതിന്റെ വേദന മുഴുവൻ നബി അനുഭവിച്ചിട്ട് വീർപ്പ് മുട്ടുന്ന ചിത്രമാണ് ഞാൻ ചിത്രീകരിക്കുന്നത്. അത് ശരിക്കും നബി അനുഭവിച്ചിട്ടുണ്ടോ? കാരണം നബിയുടെ കാരുണ്യം അത്രയുണ്ടായിരുന്നു. ആരെ ശിക്ഷിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ ജീവിതം മുഴുവൻ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ആൾക്കാരിലെ ഖുറൈശികള് മക്ക വിജയം നടന്ന സമയത്ത് നോക്കൂ, എല്ലാവർക്കും മാപ്പാണ് കൊടുത്തത്. അദ്ദേഹം ഹിന്ദിനടക്കം മാപ്പ് കൊടുത്തു. തന്റെ ഏറ്റവും പ്രിയങ്കരനായ പൃഥവ്യൻ മൂസയെ കൊന്നിട്ടുള്ള ഹിന്ദിനടക്കം മാപ്പ് കൊടുക്കാൻ ചെയ്തു. എന്നാ മാപ്പ് കൊടുക്കുകയാണെങ്കിലും അവിടെയും ഇതാണ്, നിങ്ങൾ തത്വം മനസ്സിലാക്കണം. മക്ക വിജയ സമയത്ത് എങ്ങനെ മാപ്പ് കൊടുത്തത്? എല്ലാവർക്കും മാപ്പാ. പക്ഷെ അതിനൊരിതുണ്ട്, പള്ളിയിൽ കയറിക്കുന്നവർക്ക് മാപ്പ്, വീട്ടിൽ കയറിയിരിക്കുന്നവർക്ക് മാപ്പ്. അപ്പൊ അതിലൊരു തത്വം നമ്മൾ മനസ്സിലാക്കി. നിങ്ങൾ എന്ത് കൊടുക്കുമ്പോഴും അത് നമ്മൾ പറയില്ലേ, തൂത്തുകളയാണെങ്കിൽ അളന്നിട്ട് തൂക്കണം എന്ന് പറയില്ലേ? നിങ്ങൾ എന്ത് സൗജന്യം കൊടുക്കുമ്പോഴും അതിന് ചില ചിട്ടവട്ടങ്ങൾ വേണം. ഒക്കെ സൗജന്യമല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും മാപ്പാ, പക്ഷെ പള്ളി കയറി നിങ്ങൾ ചില നിബന്ധനകൾ പാലിക്കണം എന്നാണ്. നിങ്ങൾ മാപ്പോടുകൂടി സ്വതന്ത്രരായാലും ഇനിയുള്ള ജീവിതത്തിൽ ചില നിബന്ധനകൾ പാലിക്കണം എന്നതിന്റെ സൂചനയാണ്. കുറച്ച് ആൾക്കാർ നിങ്ങൾ പള്ളി കയറി മാപ്പ്, വീട്ടിൽ നിന്നവർക്ക് മാപ്പ് എന്ന് പറയാം. അല്ലാതെ എല്ലാവർക്കും മാപ്പ് എന്ന് പറയാം. അല്ല, പൊട്ടേക്കൊരി കൊടുക്കാനുള്ളതല്ല, സ്വാതന്ത്ര്യം എന്നാണ് അതിന്റെ അർത്ഥം. ഇങ്ങനെ നിങ്ങൾ നോക്കൂ, ഓരോ പ്രവർത്തികളിലും ഓരോ വാക്കുകളിലും താത്വികമായ, പ്രത്യയശാസ്ത്രപരമായ, ദാർശനികമായ ആഴങ്ങളാണ് നമ്മൾ നബിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേ സമയത്ത് അദ്ദേഹം വളരെ മാപ്പ് കൊടുക്കുന്ന ആളാണ്, കോംപ്രമൈസ് ചെയ്യുന്ന ആളാണ്. എല്ലാ കാര്യത്തിലും അദ്ദേഹം കോംപ്രമൈസ് ചെയ്യും. അദ്ദേഹം പിന്നെ ആ കരാറിന്റെ കാര്യത്തിലൊക്കെ പലരും പറഞ്ഞല്ലോ, മുസ്ലിങ്ങൾക്ക് തന്നെ കഷ്ടമാണ്. പക്ഷെ പിന്നെ മുസ്ലിങ്ങൾക്ക് ആ കരാറ്, പിന്നെ ഉബൈദിയ കരാറ് വളരെ ഗുണകരമായിട്ടാണ് വന്നത് നമുക്കറിയാൻ പറ്റും. അപ്പോൾ വളരെ കോംപ്രമൈസ് ചെയ്യുന്ന ആളാണ്. പക്ഷേ തത്വങ്ങൾ വിട്ട് കളിക്കില്ല. ഖുറൈശികൾ അദ്ദേഹത്തെ വളരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. നിങ്ങളെ ഈ പുതിയ മതമായിട്ടൊന്ന് ഒഴിവാക്കി ഞങ്ങളിതിലേക്ക് വരൂ. അദ്ദേഹം പറഞ്ഞെന്താ, ഒരു കയ്യിൽ എൻ്റെ ഒരു കയ്യിൽ സൂര്യനെയും മറ്റേ കയ്യിൽ ചന്ദ്രനെയും വെച്ച് തന്നാലും ഞാൻ അതിന് വഴങ്ങില്ല. അത്രയ്ക്ക് വലിയ വിശ്വാസമാണ് ഉണ്ടായിരുന്നത്, ദൈവവിശ്വാസം. ദക്സൂർ എന്ന് പറഞ്ഞ ഒരു പടയാളി ചോദിച്ചിട്ട് പറഞ്ഞു, വാളെടുത്തു വെച്ചിട്ട് നബി ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എന്നെ ഇപ്പോൾ ആര് രക്ഷിക്കുന്നു വെച്ചു. അള്ളാഹു രക്ഷിക്കും, ധൈര്യത്തോടു കൂടി
പറയാണ്. അത് കേട്ടോടുകൂടി ദക്സൂറിന്റെ കയ്യിൽ നിന്ന് വാള് വിറച്ചു വീഴുകയാണ് ചെയ്തത്. നബി ചോദിച്ചു, ഇപ്പൊ നിന്നാരും രക്ഷിക്കും? അപ്പൊ പ്രവാചക, അങ്ങല്ലാതെ എന്നാരും രക്ഷിക്കാനില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ ഉറച്ച വിശ്വാസം, അതേസമയം തന്നെ കാരുണ്യം, മനുഷ്യ ഗുണം മുഴുവൻ ഒത്തുചേർന്ന പ്രവാചകനായിരുന്നു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിന്റെ ഇവരൊക്കെ മരിച്ചതിന് ശേഷം എൻ്റെ ഒരു വായനയാണ്. നിങ്ങൾക്ക് എത്രത്തോളം യോജിക്കാൻ പറ്റും എന്ന് എനിക്ക് അറിയില്ല. യോജിക്കാനുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അതിൻ്റെ അകത്ത്. അബൂ താലിബാണല്ലോ വളർത്തിക്കൊണ്ടുവന്നത്. അബൂ താലിബ് നബീനെ സ്വന്തം മക്കളുമാരി വളർത്തി, ഒരു പക്ഷഭേദവും കാണിച്ചില്ല. ഗോത്രപരമായിട്ട് മറ്റുള്ളവരിന് കുഴപ്പങ്ങൾ ഉണ്ടാവുന്ന സമയത്തെല്ലാം അബൂ താലിബ് തന്റെ എല്ലാ ദാരിദ്ര്യത്തിലും ബലത്തോടു കൂടി നിന്ന് തന്റെ ജ്യേഷ്ഠന്റെ മകനെ സംരക്ഷിച്ചു. പക്ഷെ അബൂ താലിബ് ആ യാഥാസ്ഥിതികമായ ചിട്ടവട്ടങ്ങൾ വിടാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളത്. അതാണ് അബൂ താലിബിന്റെ ഒരു പരിമിതിയാണ്. നബിയുടെമാതിരി എല്ലാവർക്കും ആവാൻ പറ്റില്ല, പരിമിതിയാണ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം മരണം വരെ ഇസ്ലാമിലേക്ക് വന്നില്ല. ഇതുപോലെ സിറിയയിലേക്ക് യാത്ര പോകുന്ന സമയത്ത് അബൂ താലിബിന്റെ കൂടെയാണ് പോയത്. അപ്പൊ അവിടെ അവര് യാത്ര ബഹിയ എന്ന് പറഞ്ഞൊരു ക്രിസ്ത്യൻ സന്യാസി ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. കുറച്ച് കൊട്ടകത്തിൽ കുറച്ച് ആൾക്കാർ ഇങ്ങനെ മരുപ്രദേശത്ത് വെയിലത്തു കൂടി പോകുന്നുണ്ട്. പക്ഷെ അതിന്റെ മുകളിൽ ഒരു മേഘം അവർക്ക് ഇങ്ങനെ തണല് കൊടുത്തു കൊണ്ടുപോകുന്നു. അപ്പോ ഈ ക്രിസ്ത്യൻ സന്യാസിക്ക് ഒരു കുറച്ച് ജ്ഞാനമുള്ള ആൾ, എന്തോ ദൈവാനുഗ്രഹമുള്ള ആരോ ഈ കൂട്ടത്തിൽ ഉണ്ടല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് പരിചാരകനെ വിട്ടിട്ട് ഇങ്ങോട്ട് വിളിപ്പിച്ച അബൂ താലിബ് നേരെ ചെന്നു. വേറെ കൂടെ ആരും ഉണ്ടായിരുന്നു മുഴുവൻ ഓർമ്മയില്ല. പക്ഷെ ഒട്ടകത്തിനെ നോക്കാൻ വേണ്ടി നബീൻ അവിടെ നിർത്തി. നബി ഇല്ലാതെയാണ് പോയത്. അവിടെ ചെന്നപ്പോ ക്രിസ്ത്യൻ സന്യാസിക്ക് തോന്നി, അല്ല ഇതില് ഒരു ദൈവാനുഗ്രഹമുള്ള ഒരാളോ കൂട്ടത്തിലുള്ളതുകൊണ്ടാണല്ലോ മേഘം എങ്ങനെ നടന്നത്. പക്ഷെ ഈ വന്നതിന് ദൈവാനുഗ്രഹമുള്ള ഒരു പ്രത്യേക ലക്ഷണമൊന്നും കാണുന്നില്ല. അപ്പൊ നിങ്ങളുടെ കൂടെ വേറെ ആരെങ്കിലും? ഒരു ചെറുപ്പക്കാരൻ കുട്ടി, അയ്യോ ആ കുട്ടീനെ ഇങ്ങോട്ട് വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ കുട്ടീനെ വിളിച്ചു, നബീനെ വിളിച്ചപ്പോ പറഞ്ഞു, സന്യാസി പറഞ്ഞു, ഇത് ദൈവ നിയോഗിതനായ ഒരു കുട്ടിയാണ്, പലവരും അക്രമം ഉണ്ടാവും, സൂക്ഷിക്കണം ഈ കുട്ടീനെ, നിങ്ങൾ നന്നായി വളർത്തണം എന്ന് പറഞ്ഞു. അതോടുകൂടി അബൂ താലിബ് പേടിച്ചിട്ട് യാത്രനെ മടക്കിപ്പോയി. പക്ഷേ അബൂ താലിബ് അപ്പോഴും സാധാരണ കൂടുള്ളൊരു കുട്ടീനെ ഒട്ടകത്തിനെ നിർത്തുക എന്നല്ലാതെ എല്ലാവരും വരാമെന്നപ്പോഴും നബീനെ കൊണ്ടുവന്നില്ല. അപ്പോ അബൂ താലിബ് ആ യാഥാസ്ഥിതിക ചട്ടവട്ടങ്ങൾക്ക് അനുസരിച്ച് ജീവിച്ചിരുന്ന ആളായിരുന്നു. പക്ഷേ നബി ഇതൊക്കെ അറിയാം. നബിക്ക് ഏറ്റവും സ്നേഹമായിരുന്നു. ഈ അബൂ താലിബ് മരിച്ച സമയത്ത് എല്ലാ ചിട്ടവട്ടങ്ങളും തെറ്റിച്ചുകൊണ്ടാണ് നബി ദൈവത്തിനോട് പ്രാർത്ഥിച്ചത്. നാം ആലോചിക്കണം. അവിശ്വാസി നരകത്ത് പോവാതിരിക്കാൻ ദൈവദൂതൻ സ്പർശിച്ച ശരീരം നരകത്ത് പോയില്ലാണ് അബൂ താലിബിന്റെ ശരീരം മുഴുവൻ തഴുകി നടക്കുകയായിരുന്നു നബി ചെയ്തത്. അപ്പോ അവിശ്വാസി കൂടിയായിട്ട് ആ നിയമത്തും കൂടി ദൈവമേ എന്റെ പിതൃവ്യന് അതിന് മോചനം കൊടുക്കൂ എന്ന പ്രാർത്ഥനയാണ്. ദൈവത്തിന്റെ പുസ്തകത്തിൽ ഞാൻ ഇത് വർണ്ണിച്ച സമയത്ത് അതിൽ ഞാൻ പറയുന്നുണ്ട്, പ്രകൃതി മുഴുവൻ കരയാണ്. ദൈവം താൻ അയച്ച ദൈവദൂതന്റെ കാരുണ്യം കണ്ട് ദൈവം തന്നെ കരഞ്ഞു പോകുന്ന രംഗമായിട്ടാണ് ഞാനത് ചിത്രീകരിച്ചിട്ടുള്ളത്. ഇതാണ് കാരുണ്യത്തിന്റെ മൂർത്തിയാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് വേറെ അദ്ദേഹത്തിന് ഏറ്റവും പഠിക്കേണ്ട പാഠമായിട്ടുള്ള ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഏറ്റവും ഇന്നത്തെ പ്രസക്തമായിട്ടില്ല. അദ്ദേഹം ഏറ്റവും അധികാരത്തിന്റെ കൊടുമുടിയിൽ സമയത്തും അദ്ദേഹം ഭൗതികമായ സുഖങ്ങളിൽ രമിച്ചില്ല എന്നത്. മരിക്കുന്ന സമയത്ത് ഒരു കട്ട വീട്ടില് ഈന്തപ്പനയോലയുടെ കിടക്കയും തലേണയും വെച്ചുകൊണ്ടാണ്. അവിടെ എന്തോ പൂജയിൽ ഒരു വെള്ളോ തോൾസഞ്ചി, ഇങ്ങനെ 2-3 കാര്യങ്ങളേ ഉള്ളൂ. കുറച്ച് കൊല്ലം മുമ്പേ എന്നെ ഒരു ഇസ്ലാം ഗ്രൂപ്പിന്റെ വലിയൊരു സ്കൂൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി, വലിയ പ്രാപ്തിയുള്ള ആൾക്കാരാ, സമ്പന്നരാ. അവര് പറഞ്ഞു, ഞങ്ങള് വിദ്യാർത്ഥികൾക്ക് നല്ല സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നത്, കുട്ടികൾക്ക് ഹോസ്റ്റലടക്കം AC ആണ്. കുറച്ച് കൊല്ലം മുമ്പേ AC ആണ്, എല്ലാം നല്ല ഭക്ഷണമാണ്. നല്ല കാര്യമാണ്. കാരണം സമ്പത്തുണ്ടെങ്കിൽ അത് കാണിക്കുന്നത് തെറ്റൊന്നുമല്ല.
പക്ഷെ നിങ്ങളൊരു കാര്യം ചെയ്യണം, ഈ കുട്ടികളെ ഇങ്ങനെ എ സിയിലൊക്കെ പക്ഷെ ആഴ്ചയിൽ ഒരു ദിവസം ഒരു കട്ട വീട് ഇവിടെ ഉണ്ടാക്കിയിട്ട് ഈന്തപ്പനയോളുടെ തലയണിയിൽ വെച്ച് കുട്ടികളെ കിടത്തണം എന്ന് പറയും. അല്ലെങ്കിൽ കുട്ടികൾ വടക്കായി പോകും. കാരണം നബി ജീവിച്ചത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അവരങ്ങനെ ജീവിക്കട്ടെ. അപ്പോ എന്തുകൊണ്ടാണ് നബി ഈ സമ്പത്തും അധികാരമുള്ള സമയത്ത് തന്നെ ഇങ്ങനെ ചെയ്ത്? നിങ്ങൾ ഭൗതികമായ സമ്പത്തിൽ അധികം രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ബുദ്ധിപരവും ആത്മീയമായും ദരിദ്രനാകുമെന്നതിന്റെ പാഠമാണ്, ഇന്നത്തെ ലോകത്ത് പഠിക്കേണ്ട പാഠമാണ്. നമ്മളെ കുട്ടികൾ നമ്മളെ മക്കളെയൊക്കെ അതിസമ്പത്ത് കൊടുത്ത് വടക്കാക്കുക ചെയ്യുന്നത്. സമ്പത്തൊക്കെ ഉണ്ടായിക്കോട്ടെ, പക്ഷെ അവര് ബുദ്ധിമുട്ടാൻ കേൾക്കണം. ഇതിനാണല്ലോ നോമ്പെടുക്കുന്നത്. ദരിദ്രന്റെ പട്ടിണി കിടക്കുന്നവന്റെ ബുദ്ധിമുട്ടും കൂടി അറിയിക്കണം. നബി അത് സ്വന്തം ജീവിതത്തിൽ കാണിച്ചു. പിന്നെ ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കോവിഡ് സമയത്ത് കോവിഡിൽ നിന്ന് നമ്മൾ എന്താ പഠിച്ചത്? കോവിഡ് പഠിപ്പിച്ചു തന്ന ശാസ്ത്രീയ പാഠം, ഭൂമിയിൽ മനുഷ്യന്മാർക്ക് മാത്രം സുഖമായിട്ട് ജീവിക്കാൻ പറ്റില്ല. എല്ലാ ജീവജാലങ്ങളുടെയും സൗഖ്യം ഉറപ്പിച്ചാലേ മനുഷ്യ ജീവിതം മനുഷ്യന് അതിജീവിക്കാൻ പറ്റൂന്ന്. നബിയുടെ മറ്റ് ജീവൻ പെറ്റ് കിടക്കുന്ന പട്ടിക്ക് വരെ കാവലേർപ്പെടുത്തിയ ആളാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. തേനീച്ചയോട്, ഉറുമ്പിനോട്, സർവചരാചരങ്ങളോടും കാരുണ്യമായിരുന്നു. ഏറ്റവും ശാസ്ത്രീയമായൊരു നിബന്ധനയാണ്, നിങ്ങൾ എല്ലാ ഭൂതഗണങ്ങളോടും ജീവജാലങ്ങളോടും കാരുണ്യത്തോടു കൂടി വർത്തിച്ചില്ലെങ്കിൽ മനുഷ്യരാശി തന്നെ അപകടത്തിലാകും. അതുകൊണ്ട് നിങ്ങൾ നബിയെ പഠിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ അത് നിങ്ങൾ നബിയെ പഠിക്കുന്നത് ഭൂലോകത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ്, മാനവരാശിയുടെ സുസ്ഥിതിക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഈ പഠനത്തിൽ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ലഘുപ്രഭാഷണം അവസാനിപ്പിക്കുന്നു. നമസ്കാരം.